കർത്തവ്യപഥത്തിൽ ലക്ഷം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഡൽഹിയിൽ ദീപാവലി ആഘോഷം. ഓരോ ദീപങ്ങളും പുതിയ പ്രതീക്ഷയുടെയും സേവനത്തിൻ്റെയും പ്രതീകമാണെന്ന് ആഘോഷ പരിപാടികൾ പങ്കെടുത്ത മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. പ്രത്യേക ഡ്രോൺ ഷോയും ഇന്ത്യ ഗേറ്റിൽ നടന്നു. ഡൽഹിയുടെ ഹൃദയഭാഗമായിട്ടുള്ള കർത്തവ്യപഥിൽ ലക്ഷക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് ഇത്തവണ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കർത്തവ്യപഥ് നമുക്കറിയാം രാജ്യത്തിൻ്റെ തന്നെ അഭിമാന കേന്ദ്രമാണ്. നേരത്തെ രാജ്പഥ് എന്നറിയപ്പെട്ടിരുന്ന മേഖല ഭരണകൂടം ജനങ്ങളോടുള്ള കർത്തവ്യബോധത്തെ ഓർമ്മിപ്പിക്കേണ്ടതാണ്. ഭരണകൂടം രാജ്പഥ് എന്ന പേര് മാറ്റിക്കൊണ്ട് കർത്തവ്യപഥ് എന്ന നരേന്ദ്രമോദി സർക്കാരാണ് ഈ മേഖലയ്ക്ക് പുനർനാമകരണം ചെയ്തത്. ആ മേഖലയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഡൽഹിയിലെ മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹി കാണാനെത്തിയിട്ടുള്ള ആളുകൾ ഇന്ന് ഈ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് ഈ ദീപങ്ങൾ തെളിയിക്കുന്നത് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഒപ്പം ഉപമുഖ്യമന്ത്രി മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരുമെല്ലാം തന്നെ അല്പസമയങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി ഈ ദീപങ്ങൾ കണ്ടു, ദീപാവലി ആശംസ നേർന്നു. हमें सेवा का, कर्तव्य का और अपने काम के प्रति अपनी निष्ठा का संज्ञान देता है, प्रेरणा देता है और ये हर दिया हमें दिल्ली वासियों की सेवा करने का प्रण दोहराने की बात करता है. आप सबको हमारी ओर से, पूरी दिल्ली की ओर से ढेरों शुभकामनाएं, बधाई. ഡൽഹിയിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ, മുൻപും നിരവധി ദീപാവലി ആഘോഷങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഈ ഒരു കർത്തവ്യപഥിൽ മുൻപ് രാജ്യത്തിൻ്റെ പുണ്യകേന്ദ്രങ്ങളിൽ, തീർത്ഥകേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ലക്ഷം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടുള്ള ദീപാവലി ആഘോഷങ്ങൾക്ക് ഭാരതം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദീപാവലി എന്നുള്ളത് ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷയുടെ ധർമ്മവിജയത്തിൻ്റെ എല്ലാം ഉത്സവമാണ്. ആ ഉത്സവം രാജ്യതലസ്ഥാനത്ത് സംസ്കാര തനിമയോടുകൂടി ആഘോഷിക്കപ്പെടുന്നു. CM जी जो निकल के गए हैं ना, उनको देख के भी अब बहुत अच्छा लगा और यहाँ पर इतने सारे दिए जलाए हैं. मेरे को बहुत खुशी है, मेरे को अंदर से बहुत खुशी है कि हम हिंदू होके ये काम कर रहे हैं. हमारे साथ और फैमिली भी जुड़ी हुई है. അയോധ്യയിൽ സരയൂ നദിക്കരയിലും വാരണാസിക്കും സമാനമായി കർത്തവ്യപഥിൽ ലക്ഷം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടാണ് രാജ്യതലസ്ഥാനത്ത് ദീപാവലി മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. കർത്തവ്യപഥിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.